എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കൃഷ്ണപ്രിയ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വാഴപ്പിണ്ടി വൻപയർ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു തോരനാണിത്. നിങ്ങൾക്കറിയാം, വാഴപ്പിണ്ടിയുടെ ജ്യൂസ് വണ്ണം കുറയാൻ വേണ്ടിയിട്ടൊക്കെ കുടിക്കുന്നവരുണ്ട്. അങ്ങനെ കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു സാധനമാണ് വാഴപ്പിണ്ടി. അപ്പോൾ നമുക്ക് ഈ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് വെളിയിലൊക്കെ ഇങ്ങനെ വാഴപ്പിണ്ടി വാങ്ങാൻ കിട്ടും. അതിൻ്റെ ഉണ്ണിപ്പിണ്ടി എന്ന് പറയും. ചെറിയൊരു പിണ്ടിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഈ മേളിലുള്ള ഈ ഒരു പോളയൊക്കെ നമുക്കങ്ങ് ഉരിച്ച് മാറ്റി കളയണം. അപ്പം നാട്ടിലുള്ള അമ്മമാർക്കൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷേ ഇതുപോലെ പുറത്തൊക്കെ വന്ന് നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ അധികം ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. ഇതെങ്ങനെയാണെന്ന് അരിയുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ പോളയൊക്കെ പൊളിച്ച ശേഷം ഇങ്ങനെ ട്യൂബ്ലൈറ്റ് പോലത്തെ ഒരു ഭാഗം വരും. അതിൻ്റെ രണ്ട് ഭാഗം നമ്മൾ മുറിച്ച ശേഷം ഒന്ന് ചെറുതായിട്ട് കഴുകുക. ഇനി നമ്മൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ റൗണ്ടിൽ വട്ടത്തി മുറിക്കണം ആദ്യം. അപ്പോൾ ഇതിന് ഒരുപാട് നാര് കാണും, ഒരുപാട് ഫൈബർ അടങ്ങിയ സാധനമാണ്. അപ്പോൾ നമ്മൾ ഈ നാര് എങ്ങനെ മാറ്റുന്നതെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നാരൊക്കെ എളുപ്പം മാറ്റും. അത് മാത്രമല്ല, ഇതിന് നിറം മാറാതെ, അതായത് നമ്മൾ മുറിച്ച് വെച്ച് കഴിയുമ്പോൾ ഇതിന് നിറം പെട്ടെന്ന് മാറും, അങ്ങനെ മാറാതിരിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മളെല്ലാം ഇതുപോലെ വട്ടത്തിൽ മുറിച്ച് നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ട് വയ്ക്കാം. അപ്പോൾ കൂടെ ഇതുപോലെ നാര് വരുവാണെങ്കിൽ നമുക്കതങ്ങ് മാറ്റി കൊടുക്കുകയും ചെയ്യാം. അപ്പം നമ്മളിങ്ങനെ കഴുകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന നാരൊക്കെ നമുക്ക് മാറ്റിയിട്ട് നന്നായിട്ട് വെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് നാര് കളയേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരുപാട് നമുക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ ഡിസ്റ്റർബൻസ് ആവുന്ന പോലത്തെ നാര് മാത്രം മാറ്റിയാൽ മതി. കാരണം ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ആ നാരാണ്. നമ്മൾ ഒരുപാട് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിത് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് ചെറുതായിട്ട് അരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു 3-4 എണ്ണം ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ആദ്യം ഇങ്ങനെ നീളത്തിൽ അരിയുക. എന്നിട്ട് നമ്മളിങ്ങനെ തിരിച്ച് വെച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയാൽ മതി. ഇത് ഞാൻ പറഞ്ഞു തരുന്നത് അറിയാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് പറഞ്ഞു തരുന്നത്. കാരണം മുമ്പൊന്നും എനിക്കും അറിയില്ല ഇതെങ്ങനെ ഈ വാഴപ്പിണ്ടി അരിഞ്ഞ് ഇങ്ങനെ ചെറുതാക്കുന്നതെന്ന്. അമ്മ ചെയ്യുന്നത് കണ്ട് പഠിച്ചതാണ്. അറിയാൻ പറ്റാത്തവർക്ക് മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ എല്ലാ വാഴപ്പിണ്ടിയുടെ കഷ്ണങ്ങളും ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ നാരുകളൊക്കെ കാണുമ്പോൾ നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല, നമുക്കത് നല്ലതാണ്. അപ്പം ഞാൻ വൻപയർ രാത്രി കുതിർത്ത് വെച്ചിട്ട് പിന്നെ അതുപോലെ കുക്കറിലിട്ട് ഒരു 6 വിസിൽ അടുപ്പിച്ച് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് കടുക് പൊട്ടിച്ച് കൊടുക്കുകയാണ്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് വറ്റൽ മുളകൊക്കെ ചേർത്ത് കൊടുക്കാം. സിമ്പിളായിട്ടുള്ളൊരു താളിപ്പാണ്. അത് തോരന് വേണ്ടിയിട്ട് നമുക്ക് ചിലർ ജീരകം ഇടും, നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർക്കാം. ഞാനിപ്പം ഇത് മാത്രമേ ഇടുന്നുള്ളൂ. കുറച്ച് ചുവന്നുള്ളി ഞാൻ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ നന്നായിട്ടൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും നമുക്കൊരു പിടി കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വൻപയറോ ചെറുപയറോ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. പക്ഷേ ഞങ്ങൾ സാധാരണ വൻപയറാണ് ചേർക്കാറ്. അതിനാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. വൻപയർ ചേർക്കുമ്പോൾ നല്ല രുചിയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വാഴപ്പിണ്ടിയുടെ ചേർത്ത് കൊടുക്കാം. വൻപയർ ഒന്ന് വഴന്ന ശേഷം നമുക്ക് വാഴപ്പിണ്ടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേണമെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് ചതച്ച് വയ്ക്കാം. അതിന് വേണ്ടി ഞാൻ അരമുറി തേങ്ങ തിരുമ്മിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2-3 ഇതള വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 പച്ചമുളക്, ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരുപാട് അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അപ്പം നമ്മുടെ വാഴപ്പിണ്ടിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട്. നമുക്കിനി ചതച്ച തേങ്ങയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. തേങ്ങ ഒന്ന് പൊത്തി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറണം. തേങ്ങയുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേനും നമ്മുടെ തോരൻ റെഡിയാവും. വേണമെങ്കിൽ 1-2 മിനിറ്റ് കൊണ്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ തോരൻ. ഇനി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഹെൽത്തിയായ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാഴപ്പിണ്ടി വൻപയർ തോരൻ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞാൻ നല്ല നല്ല റെസിപ്പിയുമായിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ. ടാറ്റാ ബൈ.